Hi, hello all. Welcome back to the Playing 11. So Harish is joining today. Harish, hi. ഹലോ ഹലോ ദാ. അല്ല, ഹായ്. ഓ, സോ ഇതുവരെ നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്തും ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ സെപ്പറേറ്റ് നമുക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ ആയി. സോ ഉം. നമുക്ക് കടക്കാം. മെയിൻ അജണ്ട നമ്മുടെ ഇന്നത്തെ ചാമ്പ്യൻസ് ട്രോഫി. സോ ഓൾറെഡി ഡ്രോസ് എല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് ആയിട്ട് എനിക്ക് ആദ്യമായിട്ട് തോന്നുന്നു നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി ഇനിയൊരു ഡ്രോ ഇല്ലാതെ ഫ്രം ദ നോക്കൗട്ട്സ് നമുക്കൊരു വേൾഡ് കപ്പ് പോലെ ഒരു നോൺ കലണ്ടറിൽ പോകുന്നത് ടീംസ് അല്ലെ, നോൺ ഒരു അതെ അതെ ചാർട്ടിലോട്ട് പോകുന്നത്. അതെ. ഹുദ ഇപ്പോ എനിക്ക് തോന്നുന്നു ഹുദ ക്രിക്കറ്റിന്റെ ഹാങ് ഓവറിൽ സ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ടാണ് ടൂർണമെന്റ് പേര് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത്. സോറി, ചാമ്പ്യൻസ് ലീഗ്. ചാമ്പ്യൻസ് ലീഗ്. സോ എല്ലാവർക്കും എന്താ പറയാ, ഇന്ത്യൻസിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര അൺടൈമില് വരുന്ന ഒരു കളിയാണ് എപ്പോഴും ഈ വിന്റർ ടൈം ഷിഫ്റ്റിംഗ് ആയാൽ പോലും ജസ്റ്റ് അത് എപ്പോഴും 1:30, 12 ആ ടൈമിൽ വരുന്ന കളിയാണെങ്കിൽ പോലും ഇന്ത്യൻസിന്റെ മെയിൻ വ്യൂവർഷിപ്പ് ഉള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ചാമ്പ്യൻസ് ലീഗ്. എല്ലാവരും തന്റെ ടീം സപ്പോർട്ട് ചെയ്യുന്ന ടീം അതിൽ കളിക്കുന്നതോ ഇല്ലയോ, ബട്ട് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ ഓൾ ദി ഇന്ത്യൻസ്. സോ അത്ര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുപോകുന്ന ഒരു ടൂർണമെന്റ് തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ്. സോ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് ഒരു ന്യൂ ഫോർമാറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവർക്കും അറിയാം. സാധാരണ 32 ടീം വെച്ച് കളിക്കുമ്പോൾ ഇപ്രാവശ്യം വി ആർ ഗോയിങ് വിത്ത് 36 ടീംസ് ആൻഡ് ഒരു ലീഗ് മാച്ച് പോലെ ഒരു രണ്ട് പൂളായിട്ട് തരംതിരിച്ച് അങ്ങനെയാണ് നമ്മൾ ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് ഫസ്റ്റ് റൗണ്ട് കടന്നു വന്നത്, അതായത് ഗ്രൂപ്പ് സ്റ്റേജ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയില്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ, ലാസ്റ്റ് സാധാരണ ചാമ്പ്യൻസ് ലീഗ് എപ്പോഴും നടക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4 ടീമുള്ള ഒരു ഗ്രൂപ്പും അങ്ങനെ 8 ഗ്രൂപ്പുകൾ വെച്ചിട്ടായിരുന്നു നമ്മൾ സാധാരണ കളിച്ചുകൊണ്ടിരുന്നത്. സോ ഒരു ടീമിന് 6 കളികൾ ഉണ്ടാവും, ഹോം ആൻഡ് എവേ കൂട്ടി 6 കളികൾ ഉണ്ടാവും. സോ 6 കളികളിൽ ഇറ്റ് വിൽ ബി വെരി ക്രിട്ടിക്കൽ ഫോർ ഓൾ ദ ടീം ടു ഫിനിഷ് ഇൻ ടോപ്പ് 2. ആ ഒരു 2 പ്ലേസിന് വേണ്ടി ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വല്ല ഗോൾ ഡിഫറൻസിലും വല്ല ഇതിലൊക്കെ നമ്മൾ തേർഡ് പ്ലേസിൽ പോവുകയും അല്ലെങ്കിൽ ഫോർത്ത് പ്ലേസിൽ പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ ടൂർണമെന്റിൽ നമ്മുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, കുറെ ടീമുകൾക്ക് കയറി പറ്റാം അകത്തേക്ക്. അതായത് ടോട്ടലി നമ്മുടെ ടീമിന്റെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഈ 38 ടീംസില് നമുക്ക് ഒരു റൗണ്ട് ഓഫ് 16 എല്ലാം കൂടിയിട്ട് 24 ടീമുകൾക്ക് അകത്ത് കയറാൻ പറ്റുന്ന പോലൊരു സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പൊ ഇതില് എന്താന്ന് വെച്ചാൽ, ലാസ്റ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്ത്, അതായത് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് ക്വാളിഫൈ ആയ ടീമിന്റെ നമ്പർ ഓഫ് വിന്നിങ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. ജസ്റ്റ് 3 വിൻസ്. ക്ലബ് ബർഗിയാണ് അത് ജസ്റ്റ് 3 വിൻസ് ആൻഡ് 2 ഡ്രോ വെച്ച് തന്നെ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് കയറി പറ്റാൻ പറ്റി. അതേപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ചാമ്പ്യൻസ് ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിന്റെ പെർഫോമൻസ് ഭയങ്കര കുറെ അധികം ഡിഫീറ്റ്സ് നേരിടേണ്ടി വന്നിരുന്നു. പക്ഷെ ഇതേ ഡിഫീറ്റ്സ് അവർ പോയ ഫോർമാറ്റിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നേരം ഡെഫിനറ്റ്ലി ദേ ആർ ഔട്ട് ഓഫ് ദ ടൂർണമെന്റ്. ഓഫ് കോഴ്സ് ഇപ്പോഴും അവർക്ക് മറ്റേ രണ്ടാമത്തെ ക്വാളിഫയേഴ്സ് കടക്കാൻ പറ്റിയില്ല. സ്റ്റിൽ ദേ ആർ ഔട്ട് ഓഫ് ദ ടൂർണമെന്റ്, ബട്ട് സ്റ്റിൽ ദേ വർ ഏബിൾ ടു ക്വാളിഫൈ ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് കമ്പയർഡ് ടു. സോ ദാറ്റ് ബിക്കേം എ ബിറ്റ് ഈസി ഇറ്റ് സീംസ്. സോ അതായിരുന്നു ഇത്രയും ഒരു ജസ്റ്റ് ഒരു ഡൾ ഉണ്ടായിരുന്നു ഈ ടൂർണമെന്റിൽ. പക്ഷെ ഇപ്പൊ അറിയാം എല്ലാവർക്കും ഒരു സൂപ്പർ നോക്കൌട്ട് ഫേസ് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഐ മീൻ തുടങ്ങാൻ പോവുകയാണ്. ഡ്രോസ് ഒക്കെ കഴിഞ്ഞു. സൂപ്പർ നോക്കൌട്ട് ഫേസ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. സോ അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അനലൈസ് ചെയ്യാം. ഇത് എന്താ കരുതുന്നത്, നമുക്കൊരു എൽ ക്ലാസിക്കോ ഫൈനൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഈ നമുക്ക് ചാർട്ട് കണ്ടിട്ട് നമുക്കൊരു എൽ ക്ലാസിക്കലോട്ട് പോകുന്ന പോലെ, കാരണം രണ്ട് പൂളിലാണ് റയൽ മാഡ്രിഡും ബാർസലോണയും ഉള്ളത്. സോ ചാൻസസ് അതെ അവർക്ക് ഫൈനലിൽ മാത്രമേ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് നമുക്ക് കാണുന്നുള്ളൂ. സോ നമുക്ക് എൽ ക്ലാസിക്കോ നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് രണ്ട് ടീമിന്റെയും ഫോം, അതുപോലെ തന്നെ അവർ ഡ്രോ ചെയ്തിട്ടുള്ള പൂളും അവരോടൊപ്പം ഇപ്പൊ റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ അവർക്ക് ടോപ്പ് ഫോമിൽ ടോപ്പ് ഫോമിൽ കളിക്കുന്ന ലിവർപൂൾ അവരുടെ പൂളിലുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു സെറ്റ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന അതെ ടീമാണ്, അവരൊരു പൂളിലുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആർസണൽ അവരുടെ പൂളിലുണ്ട്. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഡോട്ട്മുണ്ട് ഉണ്ട്, ബാർസ കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു. ലെവർകൂസൻ ഉണ്ട്, പിന്നെ ബയേൺ ഉണ്ട്. ബയേൺ ഉണ്ട്, പക്ഷെ പഴയ ബയേൺ ആണോ എന്നുള്ള കാര്യം ഒരു ഡൗട്ടാണ്. സോ
നമുക്ക് രണ്ട് ടീമും കൊളൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അഫ്കോഴ്സ് അതൊരു ഫൈനലിലായിരിക്കും. സോ വേൾഡ് ഫുട്ബോൾ ഫാൻസും അതിനെ കാത്തിരിക്കുന്നത്. സോ അപ്പോ ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു പ്രോഗ്രഷൻ ഉണ്ട്. ഇപ്പൊ ഉള്ള ഡ്രോന്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ അതിന് എനിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു മിഡ് വീക്ക് ടൂർണമെന്റ് ആണ്. എല്ലാ ടൈം വീക്ക് എൻഡ്സിൽ നമുക്ക് ലീഗ് ഗെയിംസ് അല്ലെങ്കിൽ ലീഗ് കപ്സ് എല്ലാ കൺട്രീസിലും നടക്കുന്നുണ്ടാവും. ആ ലീഗ് ഗെയിം കഴിഞ്ഞിട്ട് ഒരു ടീം ട്രാവൽ ചെയ്തിട്ട് വേണം മിഡ് വീക്കിൽ യൂറോപ്യൻ കോമ്പറ്റീഷൻസ് നടത്താൻ. ഇറ്റ് ഇസ് ഒരു ടൈറ്റ് ഫിക്സ്ചർ തന്നെയാണ്. ഒരു ടീമിന് അടുപ്പിച്ച് ഫിക്സ്ചേഴ്സ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. സോ നമ്മൾ കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യങ്ങള് ക്ലബ്സിന്റെ റീസെന്റ് ഫോംസ്, അവരുടെ ഫിക്സ്ചേഴ്സ്, അതായത് ഒരു മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് ആൻഡ് അഗൈൻ വീക്കെൻഡിൽ അവർക്ക് ഒരു ലീഗ് ഗെയിം ഉണ്ടാവും. അഗൈൻ ആ വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അഗൈൻ ഒരു ചാമ്പ്യൻസ് ലീഗ് കളിക്കണം മിഡ് വീക്കിൽ. സോ ഇറ്റ്സ് എ ടൈറ്റ് ഫിക്സ്ചർ. സോ അവർ ആ ഫിക്സ്ചറിന്റെ ഇടയ്ക്ക് വരുന്ന കളിയും ഇതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊരു ഇഞ്ചറി ഫ്രീ ആയിട്ട് കളിക്കണം, ആ ഒരു സേഫ് സ്റ്റേറ്റിൽ നിന്ന് കളിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. സോ കറന്റ് ഫിക്സ്ചേഴ്സ് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരിക്കും. അതേപോലെ ടീമിന്റെ നമ്മൾ ഫിക്സ്ചേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ടീംസും അതുപോലെ അതിന്റെ ടീം മാനേജ്മെന്റ്സും ഒരു കംപ്ലൈന്റ്സ് പറഞ്ഞിരുന്നു ഈ ഫോർമാറ്റിനെ കുറിച്ച്. കാരണം ഓൾറെഡി ഒരുപാട് കളികൾ വരുന്നുണ്ട്, ലീഗ്സ് ആയിക്കോട്ടെ, അതിന്റെ നാഷണൽസ് ആയിക്കോട്ടെ. നാഷണൽസ് ലീഗ് ഇപ്പോൾ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയി. സോ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് എല്ലാ പ്ലെയേഴ്സും എൻഗേജ്ഡ് ആണ് നാഷണൽസ് ലീഗിലും. സോ അതിനിടയിൽ കൂടെ ചാമ്പ്യൻസ് ലീഗും കൂടി വലിയൊരു ഫോർമാറ്റിലോട്ട് പോകുമ്പോൾ പ്ലെയേഴ്സും ടീംസും എല്ലാം ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ്സ് വന്നു. അത് എത്രത്തോളം വാലിഡ് ആണ്? ആക്ച്വലി പെപ് ഗാർഡിയോള ആയിരുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഹിം ഹി ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് ദാറ്റ് എനിമോർ. അവർ പുറത്തു പോയി കഴിഞ്ഞു. സോ ആ ഒരു മെയിൻ ഫാക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ ഈ ഫിക്സേഴ്സിനെ ബാധിക്കുന്ന ഒരു മെയിൻ കാര്യം ഇഞ്ചുറീസ് ആണ്. ടീമിന്റെ ഇപ്പോഴത്തെ ആരൊക്കെയാണ് അവൈലബിൾ ഫോർ ദ ഗെയിം, അവർ ക്വാളിഫൈ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞ് സെക്കൻഡ് ലെഗിലേക്ക് ആരൊക്കെ അവൈലബിൾ ആവും. സോ ഇന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൺസിഡർ ചെയ്ത് അനലൈസ് ചെയ്ത് വേണം ഒരു ഫിക്സർ എങ്ങനെ ഉണ്ടാവും. നമുക്ക് ഓഫ്കോഴ്സ് ഇത് ഫുട്ബോൾ, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ ഒരു ടൂർ, ആ ഒരു കോntest കാണാൻ നമ്മൾ എങ്ങനെ തയ്യാറാവണം, അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെ എങ്ങനെ എക്സൈറ്റ് ആയി കാണാം എന്നുള്ളൊരു ഫാക്ടേഴ്സ് എങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് അനലൈസ് ചെയ്ത് പോകാം. സോ ഇതെങ്ങനെ നമ്മൾ ഏതൊക്കെ ഫിക്ചേഴ്സ് വെച്ചാ പോകുന്നത്? സോ നമുക്ക് പൂൾ ഏന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തുടങ്ങാം. ലൈക്ക് ലിവർപൂൾ ആൻഡ് റയൽ മാഡ്രിഡ് പൂളിൽ നിന്ന് തുടങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിന്റെ ഫേവറേറ്റ് എന്തായാലും ലിവർപൂൾ ആൻഡ് PSG മാച്ച് നടന്നു. ഓക്കെ, അതായത് ഈ ഡ്രോസ് വന്നതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഐ മീൻ ഏറ്റവും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ലിവർപൂൾ ആൻഡ് PSG ആണ്. കാരണം രണ്ടുപേരും ലീഗ് ലീഡേഴ്സ്. PSG സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് ലീഗ് വിൻ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ഇനി നോക്കാനൊന്നുമില്ല ടേബിൾ ടോപ്പ് ആൻഡ് ദെയർ ഫ്ലൈയിങ് ഹൈ. ലൈക്ക് ലൂയിസ് എൻട്രിക്ക് ആദ്യം ഫസ്റ്റ് ഇയർ ആയപ്പോൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ടീം പ്രോപ്പർലി കണക്ട് ആയി കഴിഞ്ഞു. ദേ ആർ വർക്കിംഗ് ആസ് എ ടീം. ഭയങ്കര ഒരു കോർഡിനേഷനോടെ കളിക്കുന്നുണ്ട്. ഓഫ്കോഴ്സ് ഡെംബലെ ഈസ് വൺ ഓഫ് ദെയർ സ്ട്രെങ്ത്. ആള് ഭയങ്കര ഫോമിലാണ്. And I think it's working out for Luis Enrique. It's working out well for PSG. Of course, last game knockout നോക്കി കഴിഞ്ഞാൽ അവർ പ്രശ്നം എന്ന ടീമിനെ അഗ്രിഗേറ്റ് 10-0 തകർത്തിരിക്കുന്നത്. സോ ലൈക്ക് ഒരു നല്ലൊരു ഓപ്പണന്റ് തന്നെയാണ്. ഓൾസോ നമ്മുടെ നാപ്പോളിയിലെ പഴയ പ്ലെയർ ക്വിച്ച കവറേജ് ഈസ് ഓൾസോ വെരി ഡേഞ്ചറസ്. സോ ക്വിച്ച ഒരു വിങ്ങിലും ഡെംബലെ ഒരു വിങ്ങിലും ആകുമ്പോൾ very lethal attacking ആണ് PSG ഉള്ളത്. Also they are very organized team and things are working out very well for them. അത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ലീഗിനെ കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ലീഗ് അവർക്ക് ഓൾമോസ്റ്റ് ഒരു പോക്കറ്റിലുണ്ട്. സോ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് മാത്രമേ നോക്കാനുള്ളൂ. ഫ്രഞ്ച് ലീഗിൽ അവർ ഡോമിനന്റ് ആണ്. സോ ചാമ്പ്യൻസ് ലീഗിൽ നോക്കുകയാണെങ്കിൽ they only have to worry about the fixtures in the ചാമ്പ്യൻസ് ലീഗ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും അവർക്ക് ഫസ്റ്റ് ഗെയിം ഹോം ഗെയിം ആണ് അഗൈൻസ്റ്റ് ലിവർപൂൾ ആൻഡ് സെക്കൻഡ് ഗെയിം അവർക്കാണ് എവേ കിട്ടുന്നത്. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് ഞാൻ പറയും. കാരണം ലിവർപൂളിലേക്ക് ആൻഫീൽഡിലേക്ക് പോയിട്ട് ഒരു സെക്കൻഡ് ലെഗ് കളിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. എല്ലാ മാനേജേഴ്സും വേൾഡ് അലക്സ് ഫെർഗൂസൻ, ആർസൻ വെംഗർ, ജോസെ മൊറിഞ്ഞോ പോലും പറയുന്ന ഒരു കാര്യമാണ് ആൻഫീൽഡിലേക്ക് പോയിട്ട് നമുക്ക് സെക്കൻഡ് ലെഗ് കളിക്കുക എന്നുള്ളത് ഒരു പേടി സ്വപ്നം തന്നെയാണ്. സോ ഇൻ കേസ് അവർ ഫസ്റ്റ് ലെഗിൽ കംപ്ലീറ്റ് ഡോമിനന്റ് വിൻ കൊടുത്തില്ലെങ്കിൽ സെക്കൻഡ് ലെഗ് വിൽ ബി ലിറ്റിൽ ബിറ്റ് ടഫർ ഫോർ ദം. മുഹമ്മദ് സാല എന്താ പറയാ, ഫോം ഓഫ് ഹിസ് ലൈഫ് എന്ന് തന്നെ പറയാം.
എല്ലാ കളിയും ഓൾമോസ്റ്റ് ഒരു ഗോളെങ്കിൽ ഓർ അസിസ്റ്റ് 50 എന്തായാലും ചെയ്യും. ഗോൾ കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ കൊടുത്തു വന്നു അല്ലെ? യെസ് യെസ്, ആളുടെ ഒരു പേഴ്സണൽ റെക്കോർഡ് കൂടെയാണത്. സോ തിങ്സ് ആർ വർക്കിംഗ് ഔട്ട് ഫോർ സാല സ്ലോട്ട്. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു മാനേജർ ആയിരുന്നു. എന്താ പറയാ, എല്ലാവരെയും പ്രതീക്ഷകൾ വെട്ടിച്ചുകൊണ്ട് തന്നെ ആള് പെർഫോം ചെയ്യുന്നു തന്നെ പറയാം. കാരണം പുതിയ ഒരു കോച്ച് വന്നു. സാധാരണ ഒരു ടീമിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കുറെ അഴിച്ചുപണികൾ ഉണ്ടാവും. റെഗുലറായി കളിക്കുന്ന പ്ലേയേഴ്സിനെ ബെഞ്ചിൽ ഇരുത്താനും ബെഞ്ചിൽ നിന്ന് കുറെ പേരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. സ്മൂത്ത് എന്ന് മാത്രമല്ല, ഒന്നുകൂടെ എക്സ്ട്രാ പവർഫുള്ളും ആയി കഴിഞ്ഞു ലിവർപൂൾ എന്ന് എനിക്ക് പറയാനുള്ളൂ. വോക്കറ കഴിഞ്ഞ് ഈ സ്ലോട്ട് കളിക്ക് വരുമ്പോൾ വലിയ കാര്യമായ സൈനിങ്സ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഉള്ള പ്ലേയേഴ്സിനെ കറക്റ്റ് രീതിക്ക് സെറ്റ് ചെയ്യുകയും ടീമിനൊന്ന് കോൺഫിഡന്റോടെ കൂടെ പ്രോഗ്രസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സ്ലോട്ട്. സോ ലിവർപൂൾ ആർ ഓൾസോ ഇൻ എ ഗുഡ് ഫോം. ആൻഡ് അഫ്കോഴ്സ് ഇൻ ചാമ്പ്യൻസ് ലീഗ് ഈ പുതിയ ഫോർമാറ്റ് ടേബിൾ ടോപ്പ് ആയിട്ട് വന്നിരിക്കുന്ന ലിവർപൂൾ തന്നെയാണ്. സോ അത് കാരണം തന്നെ പി എസ് സിക്കും ഇതൊരു ഈസി ഫിക്ചർ അല്ല. ഒരിക്കലും ലിവർപൂൾ ഒരു ഈസി ഫിക്ചർ ആയിരിക്കില്ല കറന്റ് ഫോമിൽ വെച്ചിട്ട്. സോ പി എസ് സിക്കും ഇതൊരു ഈസി ഫിക്ചർ അല്ല. ഇൻ കേസ് അവർ ഫസ്റ്റ് ലെഗില് ഡ്രോ പിടിച്ചാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ലെഗ് ഒരു ഡ്രോ പോലും ലിവർപൂളിന് അഡ്വാൻറ്റേജ് ആണ് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ലെഗിൽ. അതെ. കാരണം ഹിസ്റ്ററി അങ്ങനെയാണ്. സോ ഓൾസോ ലിവർപൂൾ ഫാൻസിനെ അവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദേ വിൽ ബി വെരി ലൗഡ് ആസ് പോസിബിൾ. ലിവർപൂളിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കറണ്ട് ഇതില് ഇഞ്ചുറീസ് ഒന്നും തന്നെ അവർക്കില്ല. അവര് കറക്റ്റ് പ്ലേയിങ് ലെവൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ദേ ആർ വെരി വെൽ ഓർഗനൈസ്ഡ് ടീം. ആൻഡ് ലിവർപൂളിന് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലീഗിൽ കുറച്ച് ടൈറ്റ് അല്ല. അവർക്ക് 13 പോയിന്റ്സ് ലീഡ് ഉണ്ടെങ്കിൽ പോലും വരുന്ന ഫിക്സ്റ്റേഴ്സ് ഇത്തിരി ടഫ് തന്നെയാണ്. അഫ്കോഴ്സ് അവർക്ക് പി എസ് ജി കഴിഞ്ഞ നെക്സ്റ്റ് ഗെയിം സദാംപ്ടൺ അത് കുഴപ്പമില്ല. എങ്കിൽ പോലും ഈ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ഉടനെ അവർക്ക് വരുന്നത് ന്യൂ കാസിലുമായിട്ടുള്ള ഒരു കർബാവ് കപ്പ് ഫൈനലാണ്. സോ അതും അവർക്കൊരു ക്രൂഷ്യലാണ്. സോ കണ്ടിന്യൂസ്ലി ദേ ആർ പ്ലേയിങ് വെരി ക്രൂഷ്യൽ ഗെയിംസ്. സോ അതൊരു ഹാർഡ് പാർട്ട് മാത്രമേ ലിവർപൂളിനുള്ളൂ. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ ഗെയിം ശരിക്കും ഒരു 50-50 കണ്ടസ്റ്റ് തന്നെയാണ്. ഫോർ ബോത്ത് ടീം ഇറ്റ് വിൽ ബി വെരി എക്സൈറ്റിംഗ് ടു വാച്ച് ഈ ഒരു ഗെയിം. അപ്പൊ ഇതില് വിന്നേഴ്സിനെ പ്രെഡിക്ട് ചെയ്യാന്നുള്ളത് ടഫ് തന്നെയാണ്. ബട്ട് ഓഫ്കോഴ്സ് ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് കോൺടെസ്റ്റ് ടു ലുക്ക് ഇൻ ടു. അത്രേ പറയാനുള്ളൂ. സോ എന്റെ ടേക്ക് ലിവർപൂൾ ആണ്. സോ ഫേവറേറ്റ്സ് ടു വിൻ. സോ എനിക്ക് നിനക്ക് വേറൊരു മറിച്ചൊരു അഭിപ്രായം തോന്നുന്നില്ല. സോ ആസ് എ ലോയൽ ഫാൻ ടു ദി ലിവർപൂൾ. Okay, so that's the take for the first quarter. Second fixture പോവാം. ആസ്റ്റൺ വില്ല versus ക്ലബ് ബ്രൂജ്. സോ ആസ്റ്റൺ വില്ല വേഴ്സസ് ക്ലബ് ബ്രൂജ്, അത് എങ്ങനെയാണ് എക്സൈറ്റിംഗ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്റ്റൺ വില്ല ഈസ് പ്ലേയിങ് ചാമ്പ്യൻസ് ലീഗ് ആഫ്റ്റർ യൂറോപ്യൻ ഗെയിം ആഫ്റ്റർ വെരി ലോങ് ടൈം. അവര് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ സ്കൂൾ ഡേയ്സിൽ നമ്മള് ഫുട്ബോൾ പ്രീമിയർ ലീഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത ടൈമില് ആസ്റ്റൺ വില്ല വാസ് വൺ ഓഫ് ദ ടോപ്പ് ടീം. അന്ന് സിറ്റിക്കൊന്നും പ്രസക്തി ഇല്ല. അന്ന് നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റി ഒന്നൊരു ടീമിന് പ്രസക്തി ഇല്ല. അങ്ങനെ ഒരു ടീം ടോപ്പ് ഓഫ് ദ ടേബിൾ വരികയില്ല. സോ അന്ന് നമുക്ക് ഉണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, ആർസണൽ, അതുപോലെ അവരുടെ ഒപ്പം നിൽക്കുന്ന ടീമായിരുന്നു ഈ ആസ്റ്റൺ വില്ല. ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് എല്ലാ സീസണിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു ആസ്റ്റൺ വില്ല. സോ ചെൽസി ആൾസോ നമ്മുടെ സ്കൂൾ ടൈമിൽ പീക്ക് ടീം. സോ ഈ ഒരു 4 ടീമിനും ടഫ് കൊടുത്തിരുന്ന ഒരു ടീമായിരുന്നു ആസ്റ്റൺ വില്ല. സോ അവരുടെ ഒരു കംബാക്ക് എന്ന് പറയാം. യെസ്, അതെ. അത് മാത്രമല്ല, ഇതൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താ വെച്ചാൽ ആസ്റ്റൺ വില്ല ഈസ് ഓൾസോ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ്. അവര് റീസെന്റ് വലിയ ട്രോഫീസ് വിൻ ചെയ്തിട്ടില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിട്ടുള്ള ഒരു എലീറ്റ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആണ് അവര്. ആർസണലിൽ പോലും ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ആസ്റ്റൺ വില്ല ആർ വിന്നേഴ്സ്. സോ ആ ഒരു ഇതും പോലും അവർക്കുണ്ട്. ആൻഡ് ഇപ്പൊ അവരുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോച്ച് ഉനായ് എമറി തന്നെയാണ്. ഉനായ് എമറി ഈസ് വെരി വെൽ എക്സ്പീരിയൻസ്ഡ് ഗൈ. യൂറോപ്യൻ ഗെയിംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആൾക്ക് കറക്റ്റായിട്ട് അറിയാം. ആൻഡ് ക്ലബ് ബർഗി കിട്ടിയത് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ക്ലബ് ബർഗി വന്നിട്ട് അത്രയ്ക്കും ഒരു സ്ട്രോങ് ടീമാണ്. ബെൽജിയം ലീഗിൽ അവർ സെക്കൻഡ് ആണെങ്കിൽ പോലും ആർ ദേ റിയലി സ്ട്രോങ് എന്ന് ചോദിച്ചാൽ അല്ല. അവരുടെ പെർഫോമൻസ് അത്രയ്ക്കും സ്ട്രെങ്ത് ഉള്ള ടീമല്ല. ഈവൻ ദോ ആസ്റ്റൺ വില്ലയ്ക്ക് അവർ ഫസ്റ്റ് ടൈം ഒരു റൗണ്ട് ഓഫ് 16 കളിക്കുന്നുവെങ്കിലും എന്താ പറയാ, അവർക്ക് കിട്ടിയത് ഒരു കറക്റ്റ് ഓപ്പണന്റ് തന്നെയാണ്. ക്ലബ് ബർഗി അവർക്ക് അത്രയ്ക്കും പേടിച്ച് മാറി നിൽക്കാനുള്ളതൊന്നുമില്ല. ആൻഡ് ഇവരുടെയും ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ സെക്കൻഡ് ഗെയിമാണ് അവർക്ക് ഹോമിൽ കിട്ടുന്നത്.
അപ്പൊ ഫസ്റ്റ് ഗെയിം എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് ഗെയിം കയ്യിലെടുക്കാനുള്ള കഴിവുള്ള ഒരു ടീമാണ്. അതായത് നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗില് ഇപ്രാവശ്യം ലാസ്റ്റ് ഇയർ തന്നെ ഈ റൂൾ എടുത്തു മാറ്റി കഴിഞ്ഞു, ഈ എവേ ഗോൾ റൂള്. അതായത് എവേ ഗോളിന് എക്സ്ട്രാ പോയിന്റ് കൺസിഡർ ചെയ്യുന്ന റൂള് ചാമ്പ്യൻസ് ലീഗിൽ ഇല്ല. സോ ഹോം എവേയില് ടോട്ടൽ ആരാണോ ഗോളുകൾ അധികം അടിക്കുന്നത് അവരാണ് വിന്ന്, അങ്ങനെയാണ് ഒരു സംഭവം. അപ്പൊ ഇവിടെ ആകെപ്പാടെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് എന്താ വെച്ചാൽ സെക്കൻഡ് ഗെയിം ഹോമിൽ കിട്ടുമ്പോൾ ആ ഒരു ഇത് ഫസ്റ്റ് ഗെയിം എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിക്ക് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഗെയിം നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള അതാ. കാരണം അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ കളിക്കുന്ന കുറെ ടീംസ് ഉണ്ട്. ലിവർപൂൾ ആവട്ടെ, അത്ലറ്റിക്കോ മെഡ്രിഡ് ആവട്ടെ, ഡോർട്ട്മണ്ട് ആവട്ടെ, ഇവർക്കൊക്കെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെങ്ത് ആണ്, ഭയങ്കര ലൗഡാണ് അവരുടെ ഫാൻസ്. അവിടെ ഒരു പുതിയൊരു ടീം പോയി കയറി വരുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവും. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ആസ്റ്റൺ വില്ലയ്ക്ക് ഉള്ളത്. സെക്കൻഡ് ഗെയിം ആണ് ഹോം ഗെയിം. പക്ഷെ അവർ ഫസ്റ്റ് ഗെയിം മിസ് ചെയ്തിട്ട് സെക്കൻഡ് ഗെയിമിൽ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വൈസർ ഡിസിഷൻ അല്ല. ബട്ട് എങ്ങനെയെങ്കിലും അവർക്ക് ഫസ്റ്റ് ഗെയിം പിടിക്കാൻ പറ്റിയാൽ സെക്കൻഡ് ഗെയിം വിൽ ബി ഇൻ ദെയർ വേ. ആൻഡ് ഓൾസോ ഇതിൽ അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, ആസ്റ്റൺ വില്ലയുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലെയേഴ്സ് എല്ലാം യൂറോപ്പിൽ എക്സ്പീരിയൻസ്ഡ് ആണോ? അല്ല. കാരണം അങ്ങനെ ട്രാവൽ ചെയ്ത മിഡ് വീക്ക് ഒരു ട്രാവൽ കഴിഞ്ഞ് അഗൈൻ വന്ന് ലീഗ് കളിക്കുക, അഗൈൻ അങ്ങനെ ട്രാവൽ ചെയ്ത് പോയിട്ടുള്ളൊരു കളിക്കും പിന്നെ വേറൊരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഗെയിമിനും എക്സ്പോസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷെ ക്ലബ് വർക്ക് എല്ലാ വർഷവും ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ഒരു ടീം തന്നെയാണ്. ഫസ്റ്റ് റൗണ്ട് ഔട്ട് ആവുന്നു എങ്കിലും അവർക്ക് എല്ലാ ഇയറും ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമാണ്. ആൻഡ് ക്ലബ് വർക്കിയുടെ ഒരു റീസെന്റ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവര് ലാസ്റ്റ് നോക്കൌട്ട് സ്റ്റേജിൽ തോൽപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് അറ്റ്ലാന്റനെയാണ്. അറ്റ്ലാന്റ ഈസ് യൂറോപ്പ ലീഗ് വിന്നേഴ്സ് ഓഫ് ലാസ്റ്റ് സീസൺ. ഗാസ്പർനെ എന്ന് പറഞ്ഞൊരു കോച്ച് നല്ലൊരു ടാക്ടീഷ്യൻ ആയിരുന്നു. കാരണം അറ്റ്ലാന്റ ലിവർപൂളിനെ ലാസ്റ്റ് ഇയർ ലിവർപൂൾ യൂറോപ്പയിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ലിവർപൂളിനെ ഹോമിൽ വന്നിട്ട് 3-0 തോൽപ്പിച്ച ടീമാണ് അറ്റ്ലാന്റ. സോ ആ ഒരു അറ്റ്ലാന്റ ടാക്ടിക്കലി വെൽ ഓർഗനൈസ്ഡ് ടീമിന് ഈ ആസ്റ്റൺ വില്ല ക്ലബ് വർക്കി ലാസ്റ്റ് നോക്കൌട്ട് റൗണ്ടില് നല്ല രീതിക്ക് ഡീൽ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സോ അതൊരു കോൺഫിഡൻസും കൂടെ ക്ലബ് വർക്കിക്ക് ഇതാണ് ആ ഒരു ഫിക്ചർ. ക്ലബ് വർക്കി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാവരും അറ്റ്ലാന്റ ആയിരുന്നു ഫേവറേറ്റ്സ് ടു ക്വാളിഫൈ ഫോർ ദ റൗണ്ട് ഓഫ് 16. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്ലബ് വർക്കി ആയിരുന്നു 24th ടീം ടു ക്വാളിഫൈ ലീഗ് സ്റ്റേജ്. 3 വിന്ന്, ഗോൾ കോൺട്രിബ്യൂഷൻ പറയുന്നത് -4 ആയിരുന്നു, ഗോൾ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നൊരു ടീമാണ്. സോ ആസ്റ്റൺ വില്ലയ്ക്ക് അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. So, who is going to win this Aston Villa Club Brugge? My mind is saying Aston Villa. അത് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു തോന്നുന്നു. കാരണം സെക്കൻഡ് റൗണ്ടിന് ഇൻട്രസ്റ്റിംഗ് ആക്കാണ്. കാരണം ലിവർപൂളിന് ഒരു ഓപ്പണന്റ് ആണ്. ക്ലബ് വർക്കി വന്നതിന് ഒരു ഈസി ഗെയിം, ഈസി വാക്ക് ഓവർ ഫോർ സെമീസ് ആയി പോകുന്ന ഒരു തോന്നൽ ലിവർപൂൾ PSG ക്വാളിഫൈ ആവും. സോ ഫുട്ബോൾ ആണ്, നമുക്ക് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഓൺ എ ഡേ ഏതൊരു ടീമിനും അണ്ടർഡോഗ് ആയിട്ട് ജയിച്ച് വരാം. സോ ഒരു 90 മിനിറ്റ്സിന്റെ ഗെയിമാണ്. അതെ. പിന്നെ വേറൊരു സോഫ്റ്റ് കോർണർ എന്താ വെച്ചാൽ നമ്മൾ അധികം കാണുന്ന ഒരു ലീഗ് ആസ്റ്റൺ വില്ല ഈസ് പെർഫോമിംഗ് വെൽ ഇൻ പ്രീമിയർ ലീഗ്. സോ ആ ഒരു സ്നേഹവും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടീം. നമ്മൾ അപ്പോഴാണ് പറഞ്ഞ പോലെ നമ്മുടെ ചൈൽഡ്ഹുഡിലെ ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ഒരു ടീം. അതെ എക്സാക്ട്ലി. സോ നമുക്ക് അടുത്ത ഫിക്ചറിലോട്ട് പോവാം. സോ അഡ്വാൻറ്റേജ് കൊണ്ട് നമുക്ക് മൈൻഡ് ഉണ്ട്. ഓക്കെ, ആസ്റ്റൺ വില്ല വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്ത ഫിക്ചറിലോട്ട് പോവാം. ദ മാഡ്രിഡ് ഡെർബി, റിയൽ മാഡ്രിഡ് വിത്ത് അത്ലറ്റിക്കോ. സോ എന്നൊക്കെ നല്ലൊരു ഗെയിം നമുക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് അത്ലറ്റിക്കോ ആൻഡ് റിയൽ മാഡ്രിഡ് കളിക്കുന്ന സമയത്ത്. അതെ. ഇപ്പൊ എന്താ പറയാ, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ റാമോസിന്റെ ഗോള് അത്ലറ്റിക്കോന്റെ കയ്യിൽ നിന്ന് സ്നാച്ച് ചെയ്ത് പോയിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫി. ട്രോഫി. യെസ് അത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മെഡ്രിഡ് റിയൽ മെഡ്രിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം ആയിരിക്കും മൈൻഡിൽ വരിക. അൺഫോർഗറ്റബിൾ ഗെയിം, മറ്റേ റാമോസിന്റെ ഫൈനൽ മിനിറ്റ് ചേഞ്ച് ഓവർ. സോ അത് എന്തായാലും അവർക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോ ആർ ദ ലീഗ് ലീഡേഴ്സ് ഇൻ ലാ ലിഗ. ഓഫ് കോഴ്സ് ബാഴ്സലോണക്ക് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ടെങ്കിൽ പോലും കമ്പയറിംഗ് ടു റിയൽ മെഡ്രിഡ് ദേ ആർ ഓൺ ദ ടോപ്പ്. ആൻഡ് ഇപ്പൊ റിയൽ മെഡ്രിഡിനെ പറഞ്ഞ ഒരു മെയിൻ കാര്യം പറയാനുണ്ടെങ്കിൽ എന്താ പറയാ, ആഫ്റ്റർ ദ സിറ്റി ഗെയിം എംബാപ്പെ ഒരു ഹാഫ് ചാൻസ് പോലും
കൺവേർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പ്ലെയറായി മാറിക്കഴിഞ്ഞു എംബാപ്പെ. ആളുടെ ഒരു ഫ്ലോ ആൾക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഇവിടെ റിയൽ മെഡ്രിഡിൽ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്ന ഒരു പ്ലെയർ ആയിരുന്നു എംബാപ്പെ. കാരണം വിങ്ങർ ആണ് ഒരു പ്ലെയർ, പക്ഷെ ഇവിടെ നാച്ചുറൽ പൊസിഷനസ് വിനീഷ്യസ് എടുത്തു കഴിഞ്ഞു. സോ സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കണം. അതൊരു ഫെമിലിയർ പൊസിഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് ഹീസ് അഡാപ്റ്റിംഗ് ടു ദാറ്റ് റോൾ ആൻഡ് ഹീസ് പെർഫോമിംഗ് ദാറ്റ് വെരി വെൽ. ബെല്ലിംഗ് ആയിട്ടുള്ള ഒരു കോർഡിനേഷനും എംബാപ്പയ്ക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയി എത്തി നിൽക്കുന്നത്. പക്ഷെ മെഡ്രിഡിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചറി തന്നെയാണ്. ബാക്ക് ലൈൻ ആരൊക്കെയോ ആണ് ഓരോ കളിക്കും വരുന്നത്. ബാക്ക് ലൈനിൽ ആ ബാക്ക് ഫോർ റിയൽ ബെറ്റീസിനോട് റയൽ മെഡ്രിഡ് തോറ്റു. സോ നമ്മളെല്ലാം പറഞ്ഞ പോലെ ആന്റണിയുടെ റിഡപ്ഷൻ ആർക്ക് റിഡപ്ഷൻ ആർക്ക്. അതെ അതെ അതെ, അവിടെ ആ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അപ്പർ ഹാൻഡ് റിയലി ഇസ് ദർ ഫോർ അത്ലറ്റിക്കോ മെഡ്രിഡ്. പക്ഷേ കളിക്കുന്ന കളി ചാമ്പ്യൻസ് ലീഗ് ആയതുകൊണ്ട് എന്ത് സിറ്റുവേഷൻ പറ്റാത്തൊരു ടീമാണ് റിയൽ മെഡ്രിഡ്. അവർക്ക് ആ ഒരു ഹോം എവേ എന്നുള്ള ദയവുദാക്ഷിണ്യം ഇല്ല. അവർക്ക് ആ ഒരു കണക്ട് വന്നു കഴിഞ്ഞാൽ ദേ വിൽ ബി റിയലി ബുള്ളിയിങ് ദ ഓപ്പണൻസ്. കൊല വിളിക്കും. ലാസ്റ്റ് സെക്കൻഡ് വരെ അവനെ എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് റയൽ മാഡ്രിഡ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അഫ്കോഴ്സ് നമുക്ക് അത്ലറ്റിക്കോയിൽ ഇപ്പൊ ജൂലിയൻ അൽവാരസ് വന്നതിന് ശേഷം അവരുടെ അറ്റാക്കും ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ആണ്. ജൂലിയൻ അൽവാരസ് ഭയങ്കര ഒരു ടെക്നിക്കൽ പ്ലെയർ ആണ്. ശേഷം അവരുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി നന്നായിട്ട് കൂടിയിട്ടുണ്ട്. സോ അത്ലറ്റിക്കലി എപ്പോഴും നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ കാണുന്നത് അവർ നല്ല ഡിഫൻസിൽ നിൽക്കും, ബട്ട് ഗോൾ സ്കോറിംഗ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് നല്ലൊരു ഗോൾ സ്കോറിംഗ് എബിലിറ്റി കുറച്ച് സീസണിൽ അവർക്ക് ഒരു പ്രോബ്ലം ആയിരുന്നു. അതിപ്പോൾ അൽവാരസ് വന്നതോടുകൂടി അവരത് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതെ അതെ അതെ. ആൻഡ് പിന്നെയും എഗെയിൻ മറ്റേ ഒരു സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ, സ്റ്റാർട്ട് അല്ല ഫിക്ചറിന്റെ രീതി നോക്കുകയാണെങ്കിൽ റിയൽ മെഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ ഫസ്റ്റ് ഗെയിമാണ്. സെക്കൻഡ് ഗെയിമാണ് അത്ലറ്റിക്കോയിൽ ഹോമിൽ കിട്ടുന്നത്. അതും അവർക്ക് അഗെയിൻ ഒരു സാധകമായിട്ടുള്ളൊരു ഫിക്ചർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് പറയാം. സോ ഈ ഒരു ഗെയിമും ഭയങ്കര എക്സൈറ്റിംഗ് ടു വാച്ച് തന്നെ ആയിരിക്കും. നെയിൽ ബൈറ്റിംഗ് ഗെയിം ആയിരിക്കും ഫോർ ഷുവർ. എഴുതി തള്ളാൻ ആർക്കും പറ്റില്ല. ആൻഡ് ഓഫ് കോഴ്സ് രണ്ട് കോച്ചുകളുടെയും നോക്കുകയാണെങ്കിൽ സിമിയോണി വേഴ്സസ് ആൻസലോട്ടി, രണ്ടുപേരും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് കോച്ചാണ്. ആൻഡ് ഇത് ഈ ഫിക്ചറിലൊരു ഭയങ്കര എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരും സെയിം ലീഗിൽ കളിക്കുന്ന ടീമാണ്. അതൊരു തോന്നിയിരുന്നു. ലൈക്ക് നമ്മൾ ആദ്യം ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന റൗണ്ട് ഓഫ് 16 ആയിക്കോട്ടെ, റൗണ്ട് ഓഫ് 8ലും സെയിം ടീം കളിക്കില്ല തോന്നുന്നു അല്ലെ. സെമിയിൽ മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളത് തോന്നുന്നു സെയിം ടീം കളിക്കുന്നത്. സോ ഒരേ ലീഗിലുള്ള ടീം വീണ്ടും ഒരേ ഫിക്സ്ചേഴ്സിൽ ചാമ്പ്യൻസ് ലീഗിൽ വരുന്നു. സോ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ വേറെ ലീഗ്സിലുള്ള ടീംസ് തമ്മിൽ ഒരു കളിക്കുക, അതൊരു ഫാൻസിന് കാണുന്നുള്ളതാണ്. സോ അത് ബ്രേക്ക് ആവുന്നുണ്ടോ ഇത് വീണ്ടും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. ഓഫ് കോഴ്സ് ബ്രേക്ക് ആവുന്നുണ്ട്. കാരണം സെക്കൻഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും വരുന്നു ലെവർക്യൂസൻ വേഴ്സസ് ബയേൺ വരുന്നുണ്ട്. അതേപോലെ ഇൻ കേസ് അവിടെ PSG മില്യൻ ജയിച്ചു കഴിഞ്ഞാൽ അഗൈൻ ലിവർപൂളും മില്യൻ ജയിച്ചു കഴിഞ്ഞാൽ അഗൈൻ ക്വാർട്ടർ ഫൈനൽ വിൽ ബി അഗൈൻസ്റ്റ് വേഴ്സസ് ലിവർപൂൾ വേഴ്സസ്. അപ്പോ ഇതിലൊരു എന്താ പറയാ, ഒന്നാമത്തെ റൈവൽറി വിൽ ബി വെരി ഗുഡ്. സോ ആ ഒരു കൺട്രിയിലുള്ള വാച്ചേഴ്സിന് ഇറ്റ് വിൽ ബി വെരി എക്സൈറ്റിംഗ് ടു വാച്ച്. ബട്ട് ടാക്ടിക്കലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല, ഐ മീൻ ഇപ്പോ ഡാറ്റ വെച്ചിട്ടാണ് എല്ലാവരുടെയും കളി. അനാലിസിസ് ഒന്നും പുതിയതായിട്ട് ചെയ്യാനില്ല. ആൻഡ് പുതിയ അറ്റ്മോസ്ഫിയറിൽ പോയിട്ടും പുതിയ ഫാൻസായിട്ട് ഫ്രണ്ടിൽ കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫിക്ചർ തന്നെയാണിത്. എല്ലാ വർഷവും ഞാൻ ഒരു പ്രാവശ്യം പോയി കളിക്കുന്ന സ്റ്റേഡിയം തന്നെയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അത്ലറ്റിക്കോ പോവുക. സെയിം വിൽ ബി ഫോർ ദ റിയൽ മെഡ്രിഡ് ഓൾസോ. അതാണ് ഒരു എനിക്ക് തോന്നുന്നു, എനിക്കൊരു ഗട്ട് ഫീല് അത്ലറ്റിക്കോ ഈ പ്രാവശ്യം ജയിക്കുന്ന തോന്നുന്നു. പക്ഷെ ഓഫ്കോഴ്സ് ഇത് എഴുത്തള്ളുന്ന ഒരു കാര്യമില്ല. പ്രൊഡിക്ഷൻ എല്ലാപ്പോഴും തെറ്റിച്ചുള്ള ടീമാണ് റിയൽ മെഡ്രിഡ്. ഓക്കെ, ഹരീഷ് ഗോയിങ് വിത്ത് അത്ലറ്റിക്കോ. ഞാൻ റിയൽ മാഡ്രിഡ് ഫേവറേറ്റ്സിനൊപ്പം പോകുന്നു. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് ഫിക്സർ ഒരേപോലെ പോയി. സോ നമുക്കൊന്ന് ഡിഫറെന്റ്. എനിക്ക് എന്താ തോന്നുന്നത്, അത്ലറ്റിക്കോ ജയിച്ചാൽ ഓക്കെ, ബട്ട് ഹാപ്പിയാണ്. ബട്ട് റിയൽ മാഡ്രിഡ് അവര് ആ ചാമ്പ്യൻസ് ലീഗ് അങ്ങനെയൊന്നും വിടില്ല. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്രാവശ്യം മറ്റേ എൽ ക്ലാസിക്കോ ഫൈനലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ റിയൽ മാഡ്രിഡ് കയറി വരുന്ന പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാം. PSV വേഴ്സസ് ആർസണൽ. സോ ആർസണൽ ഫാൻസ് ഇനി എത്ര കാലം കാത്തിരിക്കണം ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക്?
എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ആർസണൽ ഇപ്പൊ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു ലാസ്റ്റ് 2 വീക്ക് ദേവർ ഗോയിങ് ത്രൂ ദ വെരി ബാഡ് ഫേസ്. അവർക്ക് ലീഗ് ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിക്കാണ് വരുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ പാസ്റ്റ് ഇയേഴ്സ് തന്നെ പറയാം. ഭയങ്കര ഡോമിനന്റ് ഫുട്ബോളാണ് അവർ കളിക്കുന്നത്. യങ്സ്റ്റേഴ്സിനെ വെച്ചാണെങ്കിൽ പോലും ഭയങ്കര ഡോമിനന്റ് ആയിരിക്കും. അവർ എവിടെയും പേടിച്ച് ബാക്ക് അടിച്ച് നിന്നിട്ടോ ഒരു കളി നേരിടാറില്ല. അവര് എല്ലാം അവരുടെ കൺട്രോളിലായിരിക്കും അവരുടെ കളികൾ വരിക. ആർട്ടറ്റ ഹാസ് റിയലി ഡൺ എ ഗുഡ് ജോബ്. ആൻഡ് അവർക്കുള്ള ബ്ലാക്ക് മാർക്ക് എന്താ വെച്ചാൽ അവര് ഇത്രയും നന്നായിട്ട് കളിച്ചിട്ട് ഒരു ലാസ്റ്റ് 3 ഇയേഴ്സ് നല്ലൊരു ഹൈ ക്വാളിറ്റി ഫുട്ബോൾ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടും അവർക്ക് ഒരു ട്രോഫി സ്വന്തമാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു ഭയങ്കര ബാഡ് ലക്ക് ആയിട്ട് തന്നെ തോന്നുന്നു. അവര് മേജർ കളികളിൽ അവര് പെർഫോം ചെയ്യുന്നുണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി ലെസർ ആയിട്ടുള്ള ഓപ്പോണൻസിനോട് അവർ തോറ്റ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ മേജർലി കാണുന്നത്. അതെ അതെ അതെ. കാരണം അവര് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഹാമിന്റെ കൂടെ അവർക്ക് ഒരു ഷുവർ ഷോട്ട് ഫിക്ചർ ആയിരുന്നു. കാരണം ലിവർപൂൾ അതിന് മുന്നത്തെ 2 കളിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ അവര് വെസ്റ്റ് ഹാമിന്റെ കൂടെ ഇൻ കേസ് അതൊരു വിന്ന ആയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പക്ഷേ അവിടെ നേരെ തിരിഞ്ഞു പോയി. അതൊരു ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. എന്നാലും ലീഗ് കഴിഞ്ഞിട്ടില്ല. നത്തിങ് ഈസ് ഓവർ. അവർക്ക് PL-ലേക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും പക്ഷെ അത് ഭയങ്കര കുറവ് സാധ്യതയുള്ള ഒരു ഇവന്റ് ആണ്. അപ്പൊ അവർക്കുള്ളൊരു ആകെയുള്ളൊരു ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ആണ്. അവർക്ക് ആർട്ടേറ്റ ആയാലും ശരി, അവിടുത്തെ പ്ലേയേഴ്സിനായാലും ശരി, ഇപ്രാവശ്യം അത് എന്തായാലും ഒരു മാൻഡേറ്ററി ഡെസ്റ്റിനി പോലെയാണ് ഈ ചാമ്പ്യൻസ് ലീഗ് അവരെ കാണുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം ബാക്കിയുള്ള ടൂർണമെന്റ്സ് എല്ലാം അവര് തട്ടിക്കളഞ്ഞു. FA കപ്പ് ഇല്ല, കറബാവോ കപ്പ് ഇല്ല, ലീഗും ഓൾമോസ്റ്റ് പോയി കഴിഞ്ഞു. സോ of course their concentration will be completely over with the Champions League. അപ്പോ അതൊരു പോയിന്റ് ആണ് അവർക്ക് പറയാനുള്ളത്. പിന്നെ PSV അവർക്കൊരു നല്ലൊരു ആർസണലിനെ വെല്ലുവിളിക്കാനുള്ള അത്രയ്ക്കുള്ള ഒരു എതിരാളികളായിട്ട് ഞാൻ കാണുന്നില്ല PSV-യെ വിത്ത് their current recent forms. സോ ഈ ഗെയിമിൽ ആർസണൽ തന്നെയാണ് അപ്പർ ഹാൻഡ് എന്തായാലും ഒബ്വിയസ്ലി. ആൻഡ് ആർസണൽ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അവരുടെ മെയിൻ പ്ലേയേഴ്സ് ലൈക്ക് സാക്ക, ഹാവേർട്സ്, മാർട്ടിനെല്ലി ആർ ഓൾ ഇൻജേർഡ്. അവരാരും ഗെയിമിനില്ല. ഓഫ് കോഴ്സ് ഗാബ്രിയൽ ജീസസ് അയാളും ഇല്ല. സോ ഈ ഒരു കാര്യം ആർസണലിന് ഒരു ടഫർ ഇതായിരിക്കും. ബട്ട് സ്റ്റിൽ ദേ ആർ മേക്കിംഗ് അപ്പ് വെൽ വിത്ത് മിക്കൽ മൊറിനോനെ സൈൻ ചെയ്ത ശേഷം ദേ ആർ ഓക്കെ ഡൂയിങ് ഇറ്റ് വെൽ. ചില സെറ്റ് പീസുകൾ ക്ലിക്ക് ചെയ്ത ആർസണലിന് ഈസി ആയിട്ട് PSV-യെ തോൽപ്പിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫ് കോഴ്സ് ഇതിലും ഒരു അഡ്വാൻറ്റേജ് ആർസണൽ ഇസ് ഹാവിംഗ് ദെയർ സെക്കൻഡ് ഗെയിം ആസ് എ ഹോം ഗെയിം, സെക്കൻഡ് ലെഗ് ആസ് എ ഹോം ഗെയിം. സോ അവർക്ക് അവിടെ പെർഫോം ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ ഈ ഒരു ഗെയിം എന്ന് എനിക്ക് തോന്നുന്നു. സോ ഒബ്വിയസ്ലി ആർസണൽ ക്വാളിഫൈ ആവുന്നതാണ് എൻ്റെയും ഒരു ടേക്ക്. ഞാൻ ഹരീഷ് പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ്ലി യോജിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഈ പൂൾ A കഴിഞ്ഞു. സോ ലൈക്ക് ലിവർപൂൾ, ആസ്റ്റൺ വില്ല, റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ ഭയങ്കര ടഫ് ഗെയിം. ബെസ്റ്റ് ഗെയിം വി ക്യാൻ ഗെറ്റ്. സോ അതിനോടൊപ്പം ആർസണൽ. സോ ഇതായിരിക്കാം മേ ബി ക്വാർട്ടറിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയാം. സോ നമുക്ക് പൂൾ ബിയിലോട്ട് പോവാം. ലൈക്ക് ബയേൺ, ബാർസ ഒക്കെ ഉൾപ്പെടുന്ന പൂൾ ബിയിലോട്ട് നമുക്ക് പോകാം. വീണ്ടും ബാർസ ഈ ലീഗിൽ നമുക്ക് ബയേണിനോട് പകരം കിട്ടി. ആ പകരത്തിന് പകരം വീണ്ടും ചോദിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലൈക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെ. സോ നമുക്ക് ഫസ്റ്റ് ഗെയിമിലോട്ട് പോവാം. പൂൾ ബിയിലെ ബെൻഫിക്ക, ബാർസ. ഓക്കെ. സോ ഓഫ് കോഴ്സ് ബെൻഫിക്ക ബാർസ എന്ന് പറഞ്ഞാൽ ബെൻഫിക്ക ഇപ്പൊ ലാസ്റ്റ് നോക്കൌട്ടിൽ കയറി വന്നതും സ്ട്രഗ്ലിംഗ് എ ബിറ്റ്. ആൻഡ് അതൊരു കാര്യമുണ്ട്. ബാർസ ആർ ഇൻ എ ഗുഡ് ഫോം. ലീഗ് ലീഡേഴ്സ് ആണ്. ലീഗ് ലീഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. വിത്ത് ദെയർ ഗെയിം ഇൻ ഹാൻഡ് സെക്കൻഡ് പൊസിഷനിലാണെങ്കിലും ആ ഗെയിം ഇൻ ഹാൻഡ് ജയിക്കാവുന്നതേ ഉള്ളൂ ബാർസയ്ക്ക്. സോ and their mentality is also very good in recent times. They are also kicking it well. Hansi Flick ആണ് ഈ വർഷത്തെ അവരുടെ കോച്ച്. ഓഫ് കോഴ്സ് അറിയാം, ബയേണും ആയിട്ടുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആണ് അയാള്. ആൻഡ് ഈസ് വെരി ഹാർഡ് ആൻഡ് ഭയങ്കര ഒരു മെന്റാലിറ്റി ഉള്ള ഒരു കോച്ച് തന്നെയാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ബാർസ ഈസ് ഓൾസോ ഹാവിംഗ് ആൻ അപ്പർ ഹാൻഡ് ഇൻ ദിസ് ഫിക്ചർ കമ്പയർഡ് ടു ബെൻഫിക്ക. അതാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഫിക്ചർ നമ്മൾ കാര്യമായിട്ട് ബാർസയ്ക്കുള്ള ഒരു ഓപ്പണൻസ് കൊടുത്തില്ലെങ്കിലും ജസ്റ്റ് ഒരു സ്മോൾ ഫൈറ്റ് ഉണ്ടാവുള്ളൂ ബെൻഫിക്കയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്.
സോ നമുക്ക് ബാർസ, ബെൻഫിക്ക, ബാർസ ഇസ് ദ ഫേവറേറ്റ് ടു വിൻ. സോ ബാർസ ക്വാർട്ടറിൽ Yeah, എത്തുമെന്ന് yeah, നമുക്ക് yeah, വിചാരിക്കാം. സോ yeah, നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവാം. ഡോട്ട്മുണ്ട് ആൻഡ് ലിലി. yeah. ഡോട്ട്മുണ്ട് ആൻഡ് ലിലി. ഡോട്ട്മണ്ട് ആൻഡ് ലിലി. അതൊരു അതായത് നമ്മൾ അധികം ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കണ്ടില്ലെങ്കിലും ഒരു നല്ല കണ്ടസ്റ്റ് തരാനുള്ള ഒരു ഗെയിമാണ് ഡോട്ട്മണ്ട് വേഴ്സസ് ലില്ലി. കാരണം ഡോട്ട്മണ്ട് പുതിയ മാനേജറായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അവരുടെ എക്സ് പ്ലെയർ ന്യൂറി ഷൈൻ ലാസ്റ്റ് ഇയർ മാനേജ് ചെയ്തു, ബട്ട് ദാറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട് വെൽ. ഇപ്പൊ ഒരു പുതിയ മാനേജറാണ് അവർക്ക്, ആൻഡ് ദേ ആർ പെർഫോമിംഗ് ഗുഡ് വിത്ത് ഹിം ഐ തിങ്ക്. ആൻഡ് റീസെന്റ് ഫോംസ് ഓൾസോ ഗുഡ് ആണ്. പക്ഷെ അവർക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ബുണ്ടസ്ലീഗയിൽ ഒരു 10ാമത്തെ പ്ലേസിലാണ് അവരിപ്പോ കിടക്കുന്നത്. ലീഗിൽ അവരുടെ പെർഫോമൻസ് ഭയങ്കര കുറവായിരുന്നു. 2 കൊല്ലം മുമ്പ് നമുക്കറിയാം ലാസ്റ്റ് ഡേ ഫോട്ടോ ഫിനിഷ് ചെയ്ത് ലീഗ് കൊണ്ടുപോകേണ്ട ഒരു ടീമായിരുന്നു ഡോട്ട്മുണ്ട്. മാർക്കോ റോയ്സിന്റെ ഒരു ഫെയർവെൽ ഗെയിം നമ്മളെല്ലാരും വിചാരിച്ചു ഫെയർവെല്ലിന് അങ്ങനെ ലീഗ് ജയിച്ച് ഫെയർവെല്ല് കിട്ടുമെന്ന് വിചാരിച്ചു. അതെ 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 അതെ. ആ ഒരു സാധനം മിസ് ചെയ്ത ഒരു ടീമാണ്. ദേ ആർ ഫാർ അവേ ഫ്രം ഗ്ലോറി ആൻഡ് ഒരു നല്ലൊരു ഫേസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. ദേ ആർ റീബിൽഡിംഗ് ദെയർ സെൽഫ്. സോ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ്. സോ അതൊരു ടീമിന്റെ ഒരു റീബിൽഡിംഗ് സ്റ്റേജ് തന്നെയാണ്. കാരണം അവരുടെ മേജർ പ്ലെയേഴ്സ് എല്ലാം ഇത് റിട്ടയർഡ് ആയി പോയി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗുഡ് സ്പാൻ ഓഫ് ടൈം എന്ന് പറയല്ലോ ഒരു പ്ലെയറുടെ, അത് കടന്നു കഴിഞ്ഞ പ്ലെയേഴ്സ് ആണ്. സോ അത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞ ടൈമാണ്. സോ നെക്സ്റ്റ് ജനറേഷനെ അവർക്ക് ഉള്ളിൽ തന്നെ ബിൽഡ് ചെയ്തെടുക്കാനുണ്ട്. സോ ആ ഒരു സ്റ്റേജ്, ആ ഒരു പ്രോസസ്സ് എല്ലാ ടീമും കടന്നു പോകും. ആ കടന്നു പോകലിൽ കൂടിയാണ് ബൊറൂസിയ ഡോട്ട്മുണ്ട് എന്ന് വിചാരിക്കാം. സോ ബട്ട് സ്റ്റിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് ഒരു എന്താ പറയുക, മേജർ ടൂർണമെന്റ്, മേജർ ഫൈനൽസ് എല്ലാം കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ്. സോ എക്സ്പീരിയൻസ്, അതോടൊപ്പം തന്നെ അവരുടെ ഫാൻ ബേസ്, നമുക്ക് പറയാം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാൻ ബേസുകളുള്ള ഒന്നാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ഫാൻസ് എന്ന് പറയുന്നത്. സോ അതും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സോ നമുക്ക് വിചാരിക്കാം ലാസ്റ്റ് ഇയർ ഫൈനലിസ്റ്റും കൂടെ ആയിരുന്നു അവര്. അതെ അതെ, ആ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയിരുന്നു. സോ നല്ലൊരു ഹോപ്പുള്ള ടീം തന്നെയാണ്. പക്ഷെ ദേ ആർ ഗോയിങ് ത്രൂ ദ ബാഡ് ഫേസ്. സോ ലെറ്റ്സ് അസ്യൂം, ഓക്കെ ലെറ്റ്സ് സീ. ഇത് ഈ ഒരു സൈക്കിളിലൂടെ കുറെ പ്രാവശ്യം കടന്നു വന്ന ഒരു ടീമാണ്. നിറയെ നല്ല പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് അവരെ വേറെ ടീമിലേക്ക് വിൽക്കുക. ഓഫ്കോഴ്സ് എർലിംഗ് ഹാലൻഡ്, ഗോൾ മെഷീൻ ഹാലൻഡ് ആൻഡ് യങ്സ്റ്റർ ജൂഡ് ബെല്ലിംഗം എന്നൊക്കെ കളിച്ചോട്ടുന്ന ടീമാണ്. സോ എല്ലാവരും അവർ അഫ്കോഴ്സ് അത് നടക്കുന്ന സംഭവമാണ്. സോ ഈ ഒരു ഫേസിലൂടെ കുറെ പ്രാവശ്യം കടന്നു വന്ന ഒരു ടീം തന്നെയാണ് ഡോട്ട്മുണ്ട്. സോ ലെറ്റ്സ് എക്സ്പെക്ട് ഫോർ ദ റൈസ് ഓഫ് ദാറ്റ് ടീം. അതെ. സോ നെക്സ്റ്റ് അത് നമുക്ക് ഡോട്ട്മുണ്ട് ആർ ദ ഫേവറേറ്റ്സ് ടു വിൻ അല്ലേ? സോ ഡോട്ട്മുണ്ട് ലില്ലി അവിടെ ലീഗില് നല്ല പെർഫോമൻസ് ആണെങ്കിലും ഡോട്ട്മുണ്ട് ആർ മോർ എക്സ്പീരിയൻസ്ഡ് ഇൻ ദിസ് ആൻഡ് വിൽ ബി ഹാൻഡ്ലിംഗ് ദിസ് ഗെയിം വെൽ. സോ നമുക്ക് നെക്സ്റ്റ് മാച്ചിലോട്ട് പോവാം. ലൈക്ക് ബയേൺ വേഴ്സസ് ലെവർകൂസൻ. വീണ്ടും ഒരു നമ്മൾ പറഞ്ഞ പോലെ സെയിം ലീഗ് ഓഫ് വരുന്ന ആൾക്കാരുടെ ഒരു ജർമ്മൻ ഡെർബി ആണ് നമുക്ക്. സോ എന്താണ് അതിന്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്? ഇതില് മെയിൻ ആയിട്ട് കാര്യം അഗൈൻ നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കര ഫെമിലിയർ ആണ്. ഞാൻ എല്ലാ കൊല്ലവും ഒരു കളി കളിക്കുന്ന ഒരു ടീം തന്നെയാണത്. സോ എനിക്ക് അത്രയ്ക്ക് പേടിച്ച് പുതിയതായിട്ട് അനലൈസ് ചെയ്ത് എന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആൻഡ് ലാസ്റ്റ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താ, ലാസ്റ്റ് ബയൺ വേഴ്സസ് ലെവർക്യൂസനിൽ ബയൺ ജയിച്ചത് 2022-ലാണ് വിത്ത് ഡാറ്റ. അതിനുശേഷം ബയൺ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു ലെവർകൂസന്റെ. അത്രേ ഉള്ളൂ. ഇപ്പോഴും അവർ സെക്കൻഡിലുണ്ട്, ബട്ട് സ്റ്റിൽ ഡ്രോസ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ നോക്കിയാലും ഈ ഒരു ഗെയിമില് ബയൺ ലെവർക്യൂസൻ ഒരു ചെറിയ ടീമാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതാണ് ബയൺ മ്യൂണിച്ചിനെ ലാസ്റ്റ് ഒരു ഓഫ്കോഴ്സ് 3 years ആയിട്ട് അവർക്ക് തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരോട് തോറ്റിട്ടില്ല. ആൻഡ് ഷാബി അലോൺസോ എന്ന് പറയുന്ന ഒരു മാനേജർ പ്ലേയേഴ്സിനെ ഭയങ്കര കൂടുതലായിട്ട് അടുത്തറിയുന്ന ഒരു മാനേജറാണ്. ഒരു പ്ലെയർ ഒരു ഫസ്റ്റ് ഹാഫിൽ ഗോൾ വാങ്ങിച്ച് വന്നു കഴിഞ്ഞാൽ ഓരോ ടീം പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാലും അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം, അടുത്ത മൂവ് എന്തായിരിക്കും എന്നുള്ളത് ഒരു പ്ലെയറുടെ പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ ചിന്തിക്കുന്ന ഒരു കംപ്ലീറ്റ് മാനേജറാണ് ഷാബി അലോൺസോ. സോ ആളുടെ സപ്പോർട്ടില് ലെവർക്യൂസൻ ഈസ് ഓൾസോ പെർഫോമിംഗ് വെരി വെൽ. ഫ്ലോറിയൻ റിഡ്സ് അവരുടെ സ്റ്റാർ തന്നെയാണ്, ഇപ്പോഴും പെർഫോമിംഗ് വെൽ. ആൻഡ് യൂറോ ടൂർണമെന്റിൽ ജർമ്മനിക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഫ്ലോറിയൻ റിഡ്സ്. സോ
So I think it's a very good time for Leverkusen to show their dominance in Bundesliga. അല്ല ഇതില് ജനറലി പറയുന്നത് ഈ ബുണ്ടസ് ലീഗയില് ബയൺ മാത്രമേ ഉള്ളൂ, ബയൺ മാത്രം എന്നുള്ള ഒരു ക്രിറ്റിസിസം ലാസ്റ്റ് 2 years ആയിട്ട് ഇപ്പോ മാറി നിൽക്കുകയാണ്. കാരണം ലെവർക്യൂസൻ കയറി വന്നിട്ടുണ്ട് ആൻഡ് ഈ ഫിക്ചർ ഓൾസോ ഷോയിങ് ദാറ്റ് ദെയർ ക്വാളിറ്റി. അവർക്ക് ജയിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് ബയൺ മ്യൂണിച്ചിന്റെ ലാസ്റ്റ് വിന്ന് സെൽറ്റിക്കിനെ തോൽപ്പിച്ചിട്ടാണ് നോക്കൌട്ട് ഇപ്പോ കയറി വന്നിരിക്കുന്നത്. അതും തന്നെ ഒരു 94th മിനിറ്റ് വിന്നർ ഫ്രം അൽഫോൺസ് ഡേവിസ്. സോ അങ്ങനെയൊക്കെ തന്നെ ഒരു ഹാർഡ് ഡോമിനൻസിന്റെ കൂടെയല്ല ബയൺ മ്യൂണിച്ചും ഇപ്പൊ പോകുന്നത്. ആൻഡ് അവർക്ക് നേരിടാനുള്ള അടുത്ത പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചറിയാണ്. ഡേവിസും കിമിച്ചും ഇഞ്ചറിയാണ്. കിമിച്ച് ഐ തിങ്ക് ഹാംസ്ട്രിങ്, ഡേവിസ് ഇസ് ഓൾസോ ഹാവിങ് എ ഹിപ്പ് ഇഞ്ചറി. സോ അവർ രണ്ടുപേരും അവൈലബിൾ ആവില്ല ഈ ഗെയിമിന്. അതും അതൊരു മേജർ സെറ്റ്ബാക്ക് ആണ്. കാരണം ഇപ്പൊ കണ്ടിന്യൂസ്ലി ഈ കളി ബയന്റെ എടുത്ത് നോക്കിയാൽ ഒരു എഞ്ചിൻ പോലെ കളിക്കുന്നത് കിമ്മിച്ച് മാത്രമാണ്. ബാക്കി എനിക്കൊന്നു കമ്പാനിയുടെ ഒരു ടേക്ക് ഓവറിന് ശേഷം ഒരു വലിയൊരു ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട് ടീമിന്. ലൈക്ക് നമ്മൾ ഈ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയത് വലിയൊരു ഹൈയിലാണ്, ഒരു 9 goal വിക്ടറിയിലൊക്കെ നമ്മൾ ഹൈയിൽ തുടങ്ങിയെങ്കിലും അതിനുശേഷം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബയേണിനെയാണ് കണ്ടത്. കാരണം എപ്പോഴും ബയേൺ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫുട്ബോൾ ഫാൻസിന് എല്ലാവർക്കും ഫസ്റ്റ് മേജറിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ദർ സ്കോറിംഗ് എബിലിറ്റി. സോ വാട്ട് എവർ ദ ഗെയിം, ഏത് ടീം ആയിക്കോട്ടെ, സോ അവരുടേതായ ദിവസം 2 3 ഒന്നല്ല 4 5 6 നിർത്താതെ സ്കോർ ചെയ്യുന്ന ഒരു ടീമാണ്. അങ്ങനെ ഒരു ടീം കറന്റ്ലി ഇപ്പോ അവർക്കൊരു ഷോട്ട് ഓൺ ടാർഗറ്റിൽ അടിക്കാൻ പോലും വളരെ സ്ട്രഗിൾ ചെയ്യുന്നു, ഒരു ഗോൾ അടിക്കാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. അതും ഹാരി കെയ്ൻ എന്ന് പോലുള്ള ഒരു ലോകോത്തര സ്ട്രൈക്കർ അവരുടെ ടീമിലുള്ളപ്പോ എന്ന് പറയുന്നത് ഓക്കെ. കഴിഞ്ഞ വർഷത്തെ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ലൈക്ക് അവരുടെ ആ ഒരു സ്ട്രൈക്കറിൽ, പുതിയൊരു സ്ട്രൈക്കറിൽ എത്തിക്കാനുള്ള ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു. സോ ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ആയിട്ടാണ് അവര് കൊണ്ടുവന്നത് ഹാരി കെയ്നെ. സോ എന്താണ് ലെവൻഡോസ്കി അവർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് 100% ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ഹാരി കെയ്ൻ. സോ ഹാരി കെയ്നെ എത്രത്തോളം സപ്ലൈ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ഡൗട്ട്ഫുൾ ആണ്. പിന്നെ ഹാരി കെയ്ന്റെ ഒരു റീസെന്റ് ഗെയിം സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് ആള് സപ്പോർട്ട് ചെയ്ത് ആ ഒരു പരിപാടി കൂടെ ഉണ്ട്. മിഡ്ഫീൽഡിൽ ഇറങ്ങി വന്ന് ബോൾ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റിയും ഹാരി കെയ്നുണ്ട്. സോ എന്നിട്ടും ഇറ്റ്സ് നോട്ട് ക്ലിക്കിംഗ് ഇറ്റ് ഇൻ ദെയർ വേ ബയേണിന്. സോ ലെറ്റ്സ് അപ്പൊ ഇതൊരു നല്ലൊരു ഗെയിമിനെ ആയിരിക്കും. സോ ഇത്രയും കാലത്ത് ഹാരി കെയ്ന്റെ ട്രോഫി കേസിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും വിചാരിക്കാം അല്ലെ. ലീഗ് ഓൾമോസ്റ്റ് കിട്ടുന്നത്. സോ ഹാരി കെയ്ന്റെ ഒരു കേസ് മാറുമെന്ന് വിചാരിക്കാം. ബട്ട് ചാമ്പ്യൻസ് ട്രോഫി, സോറി ചാമ്പ്യൻസ് ലീഗ് അവർക്ക് ഈ പറഞ്ഞ പോലെ കമ്പാനിയുടെ പ്ലേയിങ് സ്റ്റൈലും ഒരു ട്രഡീഷണൽ ബയേണിന്റെ പ്ലേയിങ് സ്റ്റൈലും എൻറ്റയർലി വളരെ ഡിഫറൻസ് ഉള്ള പോലെ തോന്നിയുന്നുണ്ട്. ഇതില് വേറൊരു പോയിന്റ് കൂടെ പറയാനുള്ള വെച്ചാൽ വിൻസെന്റ് കമ്പനിയും ഷാബി അലോൺസോയും ഇവർ രണ്ടുപേരും നമ്മുടെ കുട്ടിക്കാലത്ത് നല്ലൊരു ഫേമസ് പ്ലെയേഴ്സ് ആയിരുന്നു. ഉടനെ തന്നെ കോച്ചായി മാറിയ പ്ലെയേഴ്സുമാണ്. വിൻസെന്റ് കമ്പനിന്റെ ഒരു ഭയങ്കര അച്ചീവ്മെന്റ് എന്ന് പറയാൻ റീസെന്റ് അച്ചീവ്മെന്റ് ബേൺലിനെ സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ നിന്ന് 100 പോയിന്റ്സോട് അടിച്ച് ക്വാളിഫൈ ചെയ്ത് പ്രീമിയർ ലീഗിലേക്ക് കയറി വന്നു. പക്ഷെ പ്രീമിയർ ലീഗില് റെലഗേറ്റ് ആയി പോകേണ്ടി വന്നു. പക്ഷെ അവിടെ നിന്ന് നേരെ ട്രാൻസ്ഫോമിംഗ് ടു ലീഗ് ലീഡേഴ്സ് ഓഫ് ജർമ്മനി. സോ അതൊരു ഡിഫറെന്റ് ഗ്രാഫ് തന്നെയാണ് വിൻസെന്റ് കമ്പനിയുടെ കരിയറിലുള്ളത്. സോ അത് കണ്ടു നോക്കാം നമുക്ക്. നല്ലൊരു എക്സൈറ്റിംഗ് കോൺടെസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ കണ്ടുവളർന്ന പ്ലേയേഴ്സ് എല്ലാം ഇപ്പൊ കോച്ചായി എന്ന് പറയുന്നത് സൂചിപ്പിക്കും നമുക്ക് വയസ്സായിരുന്നു. ഓക്കെ, സോ ലൈക്ക് നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഇന്റർ മിലാൻ വേഴ്സസ് ഫ്ലൈനോർഡ്. ഓക്കെ, ഫെയർനോർഡ് ഒരു ലിവർപൂൾ ഫാൻസിനൊക്കെ ക്ലോസ് ടു ഹേർട്ട് ആയിട്ടുള്ള ഒരു ടീം തന്നെ ആയിരിക്കും. ബിക്കോസ് അവരുടെ പ്രീവിയസ് മാനേജർ ആർനെ സ്ലോട്ട് മാനേജ് ചെയ്തിരുന്ന ഒരു ടീമാണ് ഫെയർനോർഡ്. ലാസ്റ്റ് ഇയർ ലീഗ് റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു അവിടെ. പക്ഷെ ഈ വർഷം ഫെയർനോർഡിന് അത്രയ്ക്ക് അപ്പർ ഹാൻഡ് ഇന്ററിനോട് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്റർ ഇപ്പോ ഉള്ളൊരു സ്ക്വാഡ് ഡെപ്ത് എന്നല്ല, സ്ക്വാഡിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു യൂറോപ്യൻ കോമ്പറ്റീഷൻസ് ആൻഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് അവർക്കുള്ളത്. ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫെയർനോർഡിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫാണ്. ആൻഡ് ഇന്ററിന്റെ കോച്ച് ഇൻസാഹി ഈസ് ഓൾസോ വെരി ബ്രില്യന്റ്
കോച്ച് തന്നെയാണ്. സോ അതും അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഫേനോദേശൻ ട്രാൻസിഷൻ തന്നെ പറയാം. ആൻഡ് ഇന്ററിന് അതിന് നടുവിൽ വരുന്ന ഫിക്സ്ചേഴ്സും ഇന്ററിന് ഭയങ്കര ന്യൂട്രൽ ആയിട്ട് ഈസി ആയിട്ട് പോകാനുള്ളതാണ്. സോ ദെയർ കോൺസെൻട്രേഷൻ ഓൾസോ വിൽ ബി ഇൻ ദ റൗണ്ട് ഓഫ് 16. സോ ഇറ്റാലിയൻ ലീഗിൽ So അവശേഷിക്കുന്ന ഏക ടീമാണ്. അതെ 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 ലാസ്റ്റ് അത് പറയുകയാണെങ്കിൽ ജസ്റ്റ് കറക്റ്റ് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഫൈനോട് ലാസ്റ്റ് നോക്കൌട്ടില് കറക്റ്റ് ആയിട്ട് എ സി മിലാനെ തോൽപ്പിച്ചു. എ സി മിലാനെ തോൽപ്പിച്ചിട്ടാണ് ഇപ്പൊ ഇന്റർ മിലാനെ നേരിടുന്നത്. അതൊരു ത്രില്ലിംഗ് മാച്ചസ് ആയിരുന്നു. ഭയങ്കര മാച്ച് ആയിരുന്നു. Yes. അതെ. അപ്പോ അതിലൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ അഡ്വാൻറ്റേജസ് ഫോർ ഇന്റർ മിലാൻ എന്ന് എനിക്ക് പറയാം. സോ ഇപ്പോൾ ബി എടുക്കുന്ന സമയത്ത് ബാർസ ആൻഡ് ഡോട്ട്മുണ്ട്, ഓക്കെ, ലെവർകൂസൻ ബയേണില് ഐ ഗോ ഫോർ ബയേൺ. നിന്റെ ടേക്ക് എന്താ? അതിലെനിക്ക് സത്യമായിട്ട് പറഞ്ഞ ഒരു ഇതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്റെ ടേക്ക് ലെവർകൂസൻ ഈസ് ഹാവിംഗ് ദെയർ അപ്പർ ഹാൻഡ് എന്നാ തോന്നുന്നു. സോ നെക്സ്റ്റ് മാച്ച് ആൻഡ് ഇന്റർ വിൽ ഗോ ത്രൂ. ക്വാർട്ടറിൽ അങ്ങനെ വരികയാണെങ്കിൽ ക്വാർട്ടറിൽ നല്ലൊരു ഫിക്സ്ചേഴ്സ് തന്നെ കിട്ടും. സോ ആസ്റ്റൺ വില്ല ലിവർപൂൾ, അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല PSG, അതുപോലെ തന്നെ ബയേൺ ആൻഡ് ഇന്റർ, അല്ലെങ്കിൽ ലെവർകൂസൻ ഓർ ഇന്റർ നല്ലൊരു മാച്ച് ആയിരിക്കും. ഡോട്ട്മുണ്ട് ബാർസ അങ്ങനെ വരികയാണെങ്കിൽ അതും ഒരു നല്ലൊരു മാച്ച് ആയിരിക്കും. ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ആർസണൽ ആൻഡ് റിയൽ മാഡ്രിഡ് മാച്ച്. അങ്ങനെ ഒരു മാച്ച് വരികയാണെങ്കിൽ അതും രണ്ട് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ടീം, രണ്ട് നല്ല സ്കോർ ചെയ്യുന്ന ടീംസ്. അതും ഫുട്ബോൾ ഫാൻസിന് വലിയൊരു ട്രീറ്റ് ആയിരിക്കും ഇൻ കേസ് ഒരു റിയൽ മാഡ്രിഡ് ആർസണൽ കളിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ. ആർസണൽ ഇപ്പോൾ എല്ലാവരും സംഭവം ട്രോളും കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അവർ ട്രസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് അവർ വെൽ ഇംപ്ലിമെന്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് അവർ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ലൈറ്റിൽ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു ടീമൊന്നും അല്ല. സോ ലൈക്ക് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു ലാ ലീഗ ഫൈനൽ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അത് ചാമ്പ്യൻസ് ലീഗിൽ എന്നുള്ളത്. സോ റയൽ മാഡ്രിഡ് വെസ് ബാർസ അത് എന്നും ഒരു എപ്പിക്കാണ്. അർജന്റീന ബ്രസീൽ എന്ന് നമ്മൾ എപ്പോഴും ഒരു വേൾഡ് കപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫൈനൽ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് എപ്പോഴും ഒരു ചാമ്പ്യൻസ് ലീഗിൽ നമ്മളൊരു ബാർസ റയൽ മാഡ്രിഡ് ഫൈനൽ പ്രതീക്ഷിക്കുന്നത്. അതെ, അതിൽ പക്ഷെ ഇപ്പൊ ഒരു പോയിന്റ്, ജസ്റ്റ് ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഈ സംഭവം തന്നെ ഒരു 5 years മുന്നെയാണ് ഈ ഒരു ഫിക്സ്ചർ വരുന്നതെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് മോർ ദാൻ എനിത്തിങ് ആയിട്ടുണ്ടായി. കാരണം അഫ്കോഴ്സ് ആ ഒരു 2 ലെജൻഡ്സ് ആ ഒരു സംഭവം അതൊരു വേറെ ലെവൽ ആയിരുന്നേനെ. മെസ്സി ആൻഡ് റൊണാൾഡോ ഫേസിംഗ് അപ്പ് അത് ഫേസ് ചെയ്തിട്ടുണ്ട്. റൊണാൾഡോ മാഞ്ചസ്റ്ററിലുള്ള സമയത്ത് അവര് ഐ തിങ്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫൈനൽ കളിച്ചിട്ടില്ലേ മാഞ്ചസ്റ്റർ ആൻഡ് ബാർസ? PSG കളിച്ചിട്ടുണ്ട്. PSG വരുമ്പോഴും മാഞ്ചസ്റ്റർ ഫൈനലില് എനിക്ക് തോന്നുന്നു റൊണാൾഡോ ഇല്ല. അപ്പൊ റൊണാൾഡോ ഇല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാർസ ഒരിക്കൽ കളിച്ചിട്ടില്ല. മാഞ്ചസ്റ്ററിന് അതെ, അതില് റൊണാൾഡോ ഇല്ല. റൊണാൾഡോ ഇല്ല. അതില് റൊണാൾഡോ അപ്പോ മെഡ്രിഡിലേക്ക് വന്നില്ല. ഓക്കെ, അത് 2011 എന്റെ ഒരു വിശ്വാസം. സോ അപ്പോ റൊണാൾഡോ ഇസ് ബാക്ക്. സോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പ്ലീസ്. ഓക്കെ, സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ വീക്സ് ആണ് കമ്മിങ് അഹെഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് നമുക്കൊരു എൽ ക്ലാസിക്കോ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നല്ല ടീംസിനെ ഒരു കൊളൈറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ലീഗ് സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ ലിവർപൂൾ ഓൾമോസ്റ്റ് സീൽഡ് ആണ് അവരുടെ പ്രൈമർ ലീഗ് പൊസിഷൻ എന്ന് പറയുന്നത്. ബട്ട് സീരീസ് എയില് നമുക്ക് വളരെ കോമ്പറ്റീഷൻ ആണ്. ഈ പറഞ്ഞ പോലെ ഇറ്റാലിയൻ കപ്പ് ലീഗ് ആര് ജയിക്കുന്നുള്ളതിനെ കുറിച്ച് മേ ബി ഒരു ഫോട്ടോ ഫിനിഷിലോട്ട് പോവാം. ബുണ്ടസ് ലീഗ എനിക്ക് തോന്നുന്നില്ല വലിയ അട്ടിമറികളൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല എന്നല്ലേ ഹരീഷ്? സോ അതുപോലെ തന്നെ ലാലിഗ 3 ടീമും ഒരേപോലെ ചാൻസസ് ഉണ്ട്. അവിടെ ഫൈറ്റ് ആയിരിക്കും ലാസ്റ്റ് ഗെയിം വരെ. മേ ബി ആ ഫൈറ്റ് മുന്നോട്ട് പോകും. സോ ഇന്നലത്തെ റിയൽ മാഡ്രിഡ് തോറ്റതും ഒന്നുകൂടി കോമ്പറ്റീഷൻ ഗ്രേറ്റർ ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് ഹരീഷിനെ പ്രതീക്ഷിക്കാം. കൂടുതൽ ഫുട്ബോൾ അപ്ഡേറ്റ്സ് ആൻഡ് പ്രീ മാച്ച് റിവ്യൂസ് ആൻഡ് പോസ്റ്റ് മാച്ച് റിവ്യൂസ് എല്ലാം ആയിട്ട് ഹരീഷ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ താങ്ക് യു വെരി മച്ച് ഹരീഷ്. ഹരീഷ് എന്തെങ്കിലും പറയാനുണ്ടോ?
Yeah, of course. So എല്ലാ ഫുട്ബോൾ മാച്ചസും എക്സൈറ്റിംഗ് ആണ്. അത് മെയിൻ റീസൺ ഫുട്ബോൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് സംസാരിക്കാം, അത് കഴിഞ്ഞ് സംസാരിക്കാം. മാച്ച് 1.5 മണിക്കൂർ ഉള്ളുവെങ്കിലും നമുക്ക് സംസാരിക്കാൻ ഡേയ്സ് ആൻഡ് ഡേയ്സ് ഓഫ് സ്റ്റോറീസ് ആർ സ്റ്റോറീസ് വിൽ ബി ഹിസ്റ്ററീസ് വിൽ ബി സോ അതുപോലെ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഫുട്ബോൾ. സോ ലെറ്റ്സ് ബി ലൈക്ക് എൻജോയ് ദ ഗെയിം വിത്ത് ഫുൾ ഹാർട്ട്. Yeah, Champions League nights are coming. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഹരീഷ്. സോ നമുക്ക് ഇനി ഒരുപാട് ഫുട്ബോൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. സോ സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് ഷെയർ. താങ്ക് യു വെരി മച്ച് ഹരീഷ്. ഹാവ് എ ഗുഡ് ഡേ. Bye bye. ബൈ ബൈ. Bye bye.